നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും JB ഫ്ലേവർ ജേണിയിലേക്ക് സ്വാഗതം. ഇന്ന് മധുരക്കിഴങ്ങും റാഗിപ്പൊടി വെച്ചിട്ടേ ഒരു പലഹാരം ഉണ്ടാക്കിയാലോ. അപ്പം മധുരക്കിഴങ്ങ് വൃത്തിയാക്കി കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അത് പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ മധുരക്കിഴങ്ങ് വേവിച്ചിട്ടുണ്ട്. അത് ഇത് ചൂടാണ്, ഭയങ്കര ചൂടാണ്. അതൊന്ന് നന്നായിട്ട് ഉടയ്ക്കണം. ഒരുവിധം ഉടഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു കപ്പ് റാഗിപ്പൊടി ഇട്ടാം. എന്നിട്ട് ഇത് ചൂടോടെ കൂടി ഇതിൽ മിക്സ് ചെയ്യാം. അപ്പോൾ അത് ചൂടിൽ നന്നായിട്ടൊന്ന് നമുക്ക് കൈ വെച്ചങ്ങനെ ഉടച്ചെടുക്കാം. കുറച്ച് ഉപ്പ് പൊടി ഇടാം കേട്ടോ. ഉപ്പുപൊടി കുറച്ച് മതിയായിരുന്നു, മധുരം ഒന്ന് ഈക്വലാവാനായിട്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കുഴയ്ക്കാം. അപ്പോൾ മധുരം കിഴങ്ങും റാഗിപ്പൊടിയും വെച്ചിട്ടൊരു കുഴക്കട്ടയാണ് നമ്മൾ ഉണ്ടാക്കണത്. അപ്പം അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തു, ശർക്കര കുറച്ച് പൊടിച്ചത് കുറച്ച് മതി മധുരം കിഴങ്ങിന് മധുരമുള്ള കാരണം. പിന്നെ നാളികേരം ചിരണ്ടിയത്, പിന്നെ കുറച്ച് ജീരകം ഏലയ്ക്കും കൂടി പൊടിച്ചത് അങ്ങോട്ട് ഇടാം, അതിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മളപ്പോൾ മധുരം കിഴങ്ങും ക്യാരറ്റും റാഗിപ്പൊടിയും ശർക്കരയും നാളികേരം ജീരകം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിട്ടോ. അതൊക്കെ കൂട്ടി നന്നായിട്ട് കുഴച്ചിട്ട് ഇനി നമുക്കത് കുഴക്കട്ട രൂപത്തിലാക്കാം. ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം. പിന്നെ നമുക്ക് അരിപ്പൊടി ഉപയോഗിക്കാം കേട്ടോ. ഈ മധുരം കിഴങ്ങിൻ്റെ കൂടെ അരിപ്പൊടി ഇടാം, ഗോതമ്പ് പൊടി ഇടാം. ഞാൻ ഹെൽത്തി ആയിട്ട് റാഗിപ്പൊടിയാണ് ഉപയോഗിച്ചത്, മില്ലറ്റ്. അല്ലെങ്കിൽ ഏത് പൊടി വേണമെങ്കിലും നമുക്ക് ഇടാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അരിപ്പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഗോതമ്പ് പൊടി ആയാലും ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഹെൽത്തി സ്നാക്സ് എല്ലാം ഉണ്ടാക്കണേ. അപ്പം അത് കാരണമാണ്. അപ്പം നമുക്കിത് ഇതുപോലെ ഞാനിങ്ങനെയാണ് ഷേപ്പാക്കി വെക്കണേ. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം കേട്ടോ. ഇതാകുമ്പോൾ പെട്ടെന്നാവേ. അതാണ് പിടി പോലെ നമ്മുടെ കുഴക്കട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആ മാവ് കൊണ്ട് ഇങ്ങനെ പിടി ഉണ്ടാക്കില്ലേ, അപ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലച്ചമ്പിൽ വെള്ളം വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് നമുക്ക് മധുരക്കിഴങ്ങൊക്കെ നല്ല പ്രോട്ടീൻ സാധനമല്ല. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കഴിക്കണം എന്നാണ് പറയണേ മധുരക്കിഴങ്ങ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ റാഗിപ്പൊടിയും വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പിടിയെന്നോ കുഴക്കട്ടാന്നോ എന്ത് പേരിട്ട് നമുക്ക് വിളിക്കാം. പിന്നെ ഇലയിൽ വരത്തി കഴിഞ്ഞാൽ അത് മടക്കി വെച്ച് കഴിഞ്ഞാൽ അടയാവും. അങ്ങനെ ഓരോ ഷേപ്പിനനുസരിച്ച് ഓരോ പേര് പറയാം. അതാണ്. അപ്പോൾ നമുക്കിതിനി വേവിച്ചെടുക്കാം കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവരും മധുരം കിഴങ്ങ് പുഴുങ്ങിയതൊക്കെ കഴിക്കും. ഇപ്പോഴത്തെ കുട്ടികളൊന്നും മധുരം കിഴങ്ങ് കഴിക്കില്ല. അപ്പോൾ അവർക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്ക് കേട്ടോ. അവർക്കറിയില്ലല്ലോ മധുരം കിഴങ്ങൊക്കെ പ്രോട്ടീനാണ്. പക്ഷെ അത് കഴിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇഡ്ഡലിത്തട്ടിൽ എല്ലാം വേവിക്കാൻ വെച്ചു കേട്ടോ. വേവിച്ചിട്ടെടുക്കാം. അപ്പം നമ്മൾ വേവാൻ വെച്ചത് എന്തോ നോക്കിയാലോ. ഭയങ്കരമായിട്ട് ആവി വരുന്നുണ്ട്. നോക്കാം എന്താ അവസ്ഥയാണ്. വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. അതെടുക്കാം. നമ്മുടെ ഈ പലഹാരം വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. നല്ല പ്രോട്ടീനുമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. നല്ല സോഫ്റ്റാണ്. ഭയങ്കര ചൂട്, എനിക്കതാരം പിടിക്കാൻ പറ്റണില്ല. അതാണ് ഇന്നത്തെ എൻ്റെ ഹെൽത്തി ഈവനിങ് സ്നാക്സ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ എന്നും പറയണ പോലെ ഇഷ്ടത്തോടെ പാചകം ചെയ്യുക, സ്നേഹത്തോടെ വിളമ്പുക. അപ്പോൾ നാളെ കാണാം. ബായ്. നമുക്ക് ഇന്നത്തെ ബ്യൂട്ടി ടിപ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്യൂട്ടി ടിപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മുട്ടയും സവോള നീരും വെച്ചിട്ട് നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ. അതിന്
മുട്ടയുടെ വെള്ള മാത്രം എടുക്കുക. അതിനുശേഷം സവോളയുടെ നീര് ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം 2 തുള്ളി നമ്മൾ ഏത് എണ്ണയാണോ തലയിൽ തേക്കുന്നത് അത് എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഷാമ്പു വാഷ് ചെയ്ത് കളയാം.